തകർക്കാൻ ഏതോ ഒരുത്തൻ പുതുതായിട്ട് അവതരിച്ചിരിക്കുന്നു. ആദ്യം റസൂലിന്റെ ഗ്യാങ്ങുള്ളവരെ കൊന്നു, ഇപ്പൊ എന്റെ ഗ്യാങ്ങുള്ളവരെയും. നമ്മുടെ പണവും അവൻ തട്ടിയെടുത്തു. നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് തൽക്കാലം മറക്കാം. ഇപ്പൊ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാലേ അവനെ പിടിക്കാൻ പറ്റൂ. അതിനാണ് ഈ മീറ്റിംഗ്. അവനെ എങ്ങനെ നമുക്ക് പൊക്കാം? ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനായ MS റാവുവിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. വലിയൊരു എമൗണ്ട് ആവശ്യപ്പെടാം. ആ പണം അടിച്ചു മാറ്റാൻ അവൻ അവിടെ തീർച്ചയായും വരും. അവിടെ വച്ചവനെ പൂട്ടാം. ഹലോ, വെടി പൊട്ടിയില്ലെന്ന് കരുതി താൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. തോക്ക് ജാമാക്കി കൊടുത്തു വിട്ടാ ഞാന്. അത് എന്റെ പിള്ളേർക്ക് ഇപ്പോഴും അറിയില്ല. നിനക്ക് എന്താ വേണ്ടത്? 5 കോടി തന്നില്ലെങ്കിൽ ശരിക്കും വെടി പൊട്ടും. തരാം. എവിടെയാ കൊണ്ടുവരേണ്ടത്? MG റോഡിലെ മെയിൻ സിഗ്നലിനടുത്ത്. ഹലോ നർസി, അവരെ ഫോളോ ചെയ്യേ. ചെയ്യാം. ഒരു കാരണവശാലും ഇത് മിസ്സാവരുത്. ഇതൊരു വലിയ ഡീലാ. എനിക്ക് വേണ്ടി നീ ചെയ്യുന്ന അവസാനത്തെ ഡീൽ. ഫൈസി, വയ്ക്കോ. അവൻ ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ. ആ പൂജാരി അവിടെ ഇല്ലടാ. അണ്ണാ, അവരോട് ഇല്ലണ്ണ, രക്ഷപ്പെട്ടു. എങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടത്? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവൻ ഇങ്ങോട്ട് വരും. വന്നു. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. പൂജാരി, ഞങ്ങളൊന്നും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? വേഷം മാറിയ ആൾക്കാരെ കൊന്നൊടുക്കുന്നതാണോടാ നിന്റെ പൂജ? പൂജയോ? നിന്റെ ആൾക്കാരെ ചത്ത ഷോക്കിൽ നിനക്കെന്താ ഭ്രാന്തായോ? ചെന്നൊരു ഡോക്ടറെ കാണടാ. ഇവിടെ വെച്ച് ഇത്രയും ചങ്കുറ്റത്തോടെ നീ സംസാരിക്കണമെങ്കിൽ നിന്റെ ധൈര്യം സമ്മതിക്കണം. അതെന്റെ കൂടെ പുറപ്പെടും. സർ. എന്താ നരസിംഹ, അവന്മാര് നിന്നെ ശരിക്കും പൂട്ടിയല്ലേ? സർ, നിനക്കെന്റെ മോളെ പ്രേമിക്കണോ അല്ലടാ? സകലമാന ആൾക്കാരുടെ ഫോൺ ടാപ്പ് ചെയ്യുന്ന ഞാൻ നിന്റെ ഫോൺ ടാപ്പ് ചെയ്തിരിക്കൂടാ. ചാകടാ, നിന്നെ എനിക്കിന് വേണ്ട, പൊയ്ക്കോ.
ഒരു മണിക്കൂർ മുമ്പ് വരെ നിന്റെ മരണം ആഗ്രഹിച്ചവൻ നിന്നെ ഇപ്പൊ രക്ഷിക്കുന്നതിനാണെന്ന് നീ ആലോചിക്കുകയാണോ? ഈ കളിയിൽ എനിക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. നിന്റെ ജീവൻ അതെനിക്ക് തന്നെ വേണമടാ. ഹായ്, ഞാനാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ഇയാളാരാ? ഞാൻ പറഞ്ഞ റോയ് ഇയാളാണ്. ചെയ്ത ഹെൽപ്പിനെല്ലാം നന്ദി. ഇന്നു മുതൽ നീയും എന്റെ ആളാ. വെൽ, നിങ്ങളെല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാണെന്നറിയോ? നിങ്ങളെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഒരു കഥ കേൾക്കണം. നിന്റെ അച്ഛൻ മിലിറ്ററി ലാംപ്സ് ഡിസൈനർ ആയിരുന്നു. അയാൾ ഒരു വെപ്പൺ കണ്ടുപിടിച്ചു. ഇറ്റ്സ് എ റെവല്യൂഷണറി ആം. ആ ഡിസൈൻ എനിക്ക് വേണമായിരുന്നു, കാരണം അതാണ് എന്റെ ബിസിനസ്. പക്ഷെ നിന്റെ അച്ഛൻ സമ്മതിച്ചില്ല. ഞാൻ നിന്റെ അച്ഛനെ പറ്റി